ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. വളരെ ഹാപ്പിയായി, ഫ്രഷായി എണീറ്റു, അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ഗംഭീരമായി. നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ള റൂമാണ് ഹൈദരാബാദിലെ. 2 ദിവസത്തേക്കാണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സി വീട്ടിലുള്ളവർ തന്നെ ചോദിച്ചു, അതെന്താ നീ ഗ്രൈൻഡർ ഉണ്ടോ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഇത് വീട്ടിലെല്ലാം ഉണ്ട്, പക്ഷേ ഗ്രൈൻഡറൊന്നുമില്ല, മിക്സി ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എന്തായാലും മിക്സി ഒരെണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്ന വഴിക്ക് അരി ഉഴുന്ന് അരയ്ക്കാനിട്ടു, അരച്ചു. 1 മണിക്കൂർ കഴിഞ്ഞ് അതൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു. രാവിലെ എന്നിട്ട് ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. അത് കഴിഞ്ഞു ചോറും സാമ്പാറും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ചോറും സാമ്പാർ ഇഡ്ഡലിക്കുമായി ചോറിനുമായി പറഞ്ഞിട്ട് ഉണ്ടാക്കി, അതും കഴിഞ്ഞു. ചോറും ഇന്നലത്തെ അന്ന് മിഞ്ഞാന്ന് കൊണ്ടുവന്ന മാതിരി തന്നെ സാമ്പാർ വേറൊരു പാത്രത്തിലാക്കേണ്ട വെച്ചിട്ട് ഇനിയിപ്പോൾ പോയിട്ട് ചിലപ്പോൾ തിരിച്ചു വരിക പറയണത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഓരോ സ്ഥലത്തുനിന്നും നമ്മളുടെ വീട്ടിലെത്തി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അത് കാരണം ട്രാഫിക്കും പ്രശ്നങ്ങളും ആകുകൊണ്ട് എന്നാൽ പിന്നെ വേണ്ട വെച്ച് അത് കയ്യിലെടുത്തുകൊണ്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ചോറും കയ്യിലെടുത്ത് പരിപാടിയും കഴിഞ്ഞു. രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. ഉച്ചയ്ക്ക് ചോറും സാമ്പാറുണ്ട്. എന്തെങ്കിലും സ്നാക്സ് ചിപ്സോ വല്ലതൊക്കെ കൂട്ടി കഴിക്കാം. പപ്പടം ഉണ്ട്, പക്ഷെ ഞാൻ വറുത്തില്ല, എനിക്ക് സമയമില്ലായിരുന്നു. നമുക്ക് തന്നെ ഇറങ്ങാം, താഴേക്ക് ഇറങ്ങാം. ഞാൻ ഇവിടെ മുകളിലാണ്, നമ്മൾ 2nd ഫ്ലോറിലാണ്, ലിഫ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. മുകളിലേക്കുണ്ട്, നമ്മൾ 2nd, 3rd ഫ്ലോർ വരെ ഉണ്ട്. അതിനി പുറത്തുണ്ടോക്കി അറിഞ്ഞുകൂടാ. ഇതാണ് കാരണം. എന്താ അറിയുമോ, ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നല്ലൊരു സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഈ വണ്ടികൾ കാണുന്നത് ക്യൂ നിൽക്കുക, പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് പെട്രോൾ പമ്പിൽ വണ്ടി നിൽക്കുന്നത് കാഴ്ച. ഇങ്ങനെ ക്യൂ വലിച്ചിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടി ആദ്യം. അയ്യോ, നമ്മൾ ഈ ക്യൂവിൽ നിൽക്കണോ? അമ്പലത്തിലെ ക്യൂ നിൽക്കണ പോലെയാണ് കാറുകൾ നിൽക്കണത്. അത് സംഭവം ഈ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CNG ആണ്, അതാണെന്ന് തോന്നുന്നു. അതാണോ ഇനി ഇലക്ട്രിക്കിൻ്റെ ആണോ? അതിൻ്റെ ക്യൂ ആണ് അവിടെ എന്നുള്ളതാണ്. പെട്രോളിന് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. പെട്രോളിന് നമ്മൾ മാത്രമേ കയറിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ ടാക്സി കാറുകളാണ്. അതാണ്, അവരാണ് ക്യൂ നിൽക്കുന്നത്. നമ്മളതിൻ്റെ ഇടയിൽ കയറിയപ്പോഴേ ഇടയിൽ കയറിയ മാതിരി ഉണ്ടായിരുന്നു. പിന്നെ പെട്രോൾ കയറി 108 രൂപയാണ് ഇവിടെ പെട്രോളിന് വരുന്നത്, അല്ലേ നേട്ടാ? 108.2 ഇവിടെ വരുന്നത്. നമ്മളുടെ നാട്ടിലത്തെക്കാട്ടിലും കൂടുതലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എങ്ങടാ പോണ? വാറങ്കൽ ഫോർട്ട്. ഓ അത് ശരി, ഇവിടുന്ന് 2.5 മണിക്കൂർ ജേണി ഉണ്ട് വാറങ്കൽ, നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് അല്ലേ? അപ്പോൾ വാറങ്കൽ എത്തിയിട്ട് കാണാം. നമ്മൾ 1000 പില്ലർ ടെമ്പിളിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മയും അമ്മമ്മയും ഉള്ളിലാണ്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ കാർ പാർക്ക് ചെയ്യാൻ ഇത്ര സൗകര്യമുള്ളൂ. റോഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1035 രൂപ കൊടുക്കണത്. എന്താ കണക്കാന്ന് അറിയില്ല. നമ്മളെന്തായാലും അതിനുള്ളിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. ഇതാണ് ഇതിൻ്റെ പുറംഭാഗം. നമ്മളിപ്പോൾ അവിടെ നിന്ന് എൻട്രി ചെയ്ത് കയറിയിട്ട് ഇതാണ് എൻട്രൻസ്. അതിൻ്റെ ഉള്ളിലാണ് 1000 പില്ലർ ഉള്ളത്. ബാക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ പോകെ അറിയാം. രണ്ടുപേരും വെയിലത്ത് കൂടെ നടന്ന് ക്ഷീണിച്ച് വരുന്നുണ്ട്. നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. അമ്പലത്തിൽ എന്തൊക്കെ വിശേഷങ്ങളെന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു അമ്പലം ഉണ്ട്. ഇവിടെ കുറേ മലയാളികൾ വരുന്നുണ്ട്. അവിടെ മലയാളികൾ 2-3 പേരെ കണ്ടു. ഇപ്പോൾ തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മലയാളി ആണോ ചോദിക്കുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീ വന്നിട്ട് 50 രൂപയാണ്. പിന്നെ ഇവിടെ യൂറിൻ പാസ് ചെയ്യാനില്ല, തൊട്ടപ്പുറത്താണുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് ചെരുപ്പ് ഒഴിച്ചു വെക്കണം. ഇതാണ് ആ അമ്പലം, 1000 തൂണുള്ള അമ്പലം.
ഇവിടെയും മഹാദേവൻ തന്നെ, ഭയങ്കര വലിയ ശിവലിംഗത്തോടുള്ള മഹാദേവൻ. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വാറങ്കൽ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ട്. ഇതിൽ ഒരു ഒട്ടുമിക്കതും പൊളിഞ്ഞും ഇടിഞ്ഞും വീണ് ആകെ നാശമായി. അവരങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ലാന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഉത്ഭവം ഞാൻ പറയാം. 12-ാം നൂറ്റാണ്ട് അവസാനത്തോടു കൂടിയാണ് കാകതീയ രാജവംശജരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഗണപതി ദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ് ഇത് പണി തുടങ്ങിയതെങ്കിലും രുദ്രമാദേവിയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി പൂർത്തിയാക്കിയത്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒരു എന്താ പറയുക, പഴയ കാലത്തുള്ള കല്ലിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഇത്. ഇവരുടെ ചിഹ്നം ഉണ്ടല്ലോ, ഇതിലെ കാകതീയ കാലതോരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഈ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം തന്നെ ഇതിനകത്താണ് ഇരിക്കണമെന്നാണ് പറയുന്നത്. അത്രയും വിശേഷപ്പെട്ട ഒരു കോട്ടയാണത്. പക്ഷെ അതെല്ലാം കാലം ചെന്നപ്പോൾ ക്ഷയിച്ചു പോയി. ക്ഷയിച്ചതല്ല, പൊളിച്ചതാണ്. അതെയല്ല, അതൊക്കെ വീണു പോകുന്നതൊക്കെ ആയിരിക്കും. അതെ, മറ്റേ സിനിമ ഉണ്ടല്ലോ രുദ്രമാദേവിയുടെ, ആ സിനിമ ഉണ്ട്, അല്ലു അർജുനും അനുഷ്കയും. അതിൽ പറയുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. 4 ഗോപുരങ്ങൾ ചേർന്നിട്ടുണ്ട്. ഒന്ന് അവിടെ, ഒന്ന് അവിടെ, ഒന്ന് ഇത്, പിന്നൊന്ന് ദൂരെ. അകത്ത് കയറിയാൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ കുറച്ച് തൂണുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നല്ലാതെ അതിനെയൊന്നും പഴയ കാലഘട്ടത്തിലെ പോലെ സൂക്ഷിച്ചിട്ടില്ല, സംരക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ കിടക്കുന്നു, താഴെ എവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നു. അപ്പോൾ വാറങ്കൽ ഫോർട്ടിനെ കുറിച്ചിട്ടുള്ള ലഘുവിവരണം ഇത്രയൊക്കെ അറിവുകളാണ് എനിക്കുള്ളത്. പിന്നെ കണ്ടില്ലേ, എൻ്റെ നെറ്റിയിലെ 3 കുറി, അതെനിക്ക് 1000 തോന്നുള്ള അവിടെ പോയപ്പോൾ കിട്ടിയതാണ്. അതിലത് പ്രസാദം ഇങ്ങനെ തൊട്ട് തരികയാണ് നമ്മൾക്ക്. അങ്ങനെയാണ് അവിടുന്ന് അത് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഫോർട്ടിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും അവരെന്നെ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും ഇപ്പോൾ പ്രവേശനം ഇല്ല എന്നാണ് പറയണത്. നമ്മളിതുവരെ വന്നിട്ടും പക്ഷേ നമുക്കൊന്നും കാണാനില്ല എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്താ കാണണം. പിന്നെ തെറ്റില്ലാത്ത വെയിലുണ്ട്, എന്നാലും നമുക്ക് ബാക്കി 2 സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വല്ലാണ്ട് സഹിക്കാൻ പറ്റാത്ത വെയിലെന്ന് തോന്നിയിട്ടില്ല. എന്നാലും വെയിൽ തന്നെയല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടത്തെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ 2 സംഭവം കഴിഞ്ഞു. ഇനി അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് ചാർമിനാറിലേക്കാണ്. അങ്ങനെ ഹൈദരാബാദിൻ്റെ മുഖം ചാർമിനാറിലെ സ്തൂപങ്ങൾ കണ്ടു. ഇനി നമ്മൾ മുന്നോട്ട് നടക്കണേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, തുണികൾ, അത് പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ ഇത് നോക്കണോ വീഡിയോ നോക്കണോ എന്നുള്ള തിരക്കിലാണ്. ഒരുപാട് മാലകൾ, വളകൾ, ഡ്രസ്സുകൾ, ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ. ഒരു കത്തിച്ച് കാണിച്ചു തരുന്നുണ്ട്. അത് ഉരുകി പോകണമെന്നില്ല, പേള് ഒറിജിനലാണ്. ചൂടുമുണ്ട്, കല്ലിൽ ഉരുകുന്ന പോലെ ഉള്ള ചൂടുമുണ്ട്. അപ്പോൾ അവരൊരു വില പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വേറൊരു വില പറയും. നമ്മൾ എത്ര എടുക്കണമെന്ന് ഞാൻ പറയാം. എത്ര 5 പീസ
എല്ലാം സെയിം ക്വാളിറ്റി. അത് ചെറിയ ചൂട് തൊട്ട് നോക്കും ഇല്ലേ. പിന്നെ നമുക്കിതിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേൾ അല്ലെങ്കിൽ ഇത് വരും. 5 pieces. 180 each. This one 150. This single leg. चारमीनार पुलिस जाने से जरूरी खिलाफ चारमीनार के साथ सेलफोन, हैंडबैग्स, पिकपॉकेटर चोरों से बचा रहिए और अपने सामान की हिफाजत कीजिए. చార్మినార్ సందర్శకులకు ఒక ముఖ్య గమనిక. ఇతర పిక్ పాకెట్లు మరియు మొబైల్ ఫోన్లు ఉన్నాయి కావున మీ వస్తువులను జాగ్రత్తగా చూసుకోవాలి. 50 റുപ്പീസാണ്. चारमीनार के साथ 4 पीस. हैंडबैग्स, पिकपॉकेटर चोरों ഇത് से बचा रहिए 500. और अपने सामान की हिफाजत कीजिए. Same price. చార్మినార్ సందర్శకులకు ഓ ബഡാ സൈസ്. കളർ ഡിഫറെൻറ്റ്. పిక్ పాకెట్లు ഇതെല്ലാം 500 మొబైల్ വരും. ఫోన్లు ఉన్నాయి కావున మీ వస్తువులను జాగ్రత్తగా చూసుకోగలరు. चारमीनार पुलिस जाने से जरूरी खिलाफ चारमीनार के साथ सेलफोन, हैंडबैग्स, पिकपॉकेटर चोरों से बचा रहिए और अपने सामान की हिफाजत कीजिए. ये डिजाइन अलग है. ഓ ഓ చార్మినార్ വേറെ വേറെ సందర్శకులకు ఒక ഡിസൈനാണ്. ముఖ్య గమనిక. ഇതിങ്ങനെ ഒരു ചെറിയ ഡിസൈൻ ഇത് സ്ക്വയർ ആയിട്ട് വരുന്നത്. మరియు మొబైల్ ఫోన్లు ఉన్నాయి 300 కావున വരുന്നത്. మీ వస్తువులను జాగ్రత్తగా చూసుకోగలరు. വന്നപ്പോൾ കണ്ടാണ് ചാർമിനാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലത്തെ ഒരു ശിവമന്ദിരം ഇരിക്കുന്നത്. അത് തൊട്ടുപുറത്ത് ചാർമിനാർ, ഇവിടെ തന്നെ മന്ദിരം. നമ്മൾ ചായ വാങ്ങി, പിന്നെ ഇതിലാണ് ഉസ്മാൻ ബിസ്ക്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ചായ ഞാനും വാങ്ങിയിട്ടുണ്ട്, അമ്മമ്മയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മാലയും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അത് കുടിച്ച് നോക്കി, ചായ നന്നായിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് വെച്ച് കഴിച്ച് നോക്കണം. പക്ഷെ ഇത് വെച്ച് പിടിക്കാൻ ബാക്കി 2 പേരുമില്ല, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അവർ 2 നടന്ന് വേറെ എവിടെയൊക്കെ പോയി. ഒരു ഹൈ പറയും. അപ്പോൾ കട മനസ്സിലായല്ലോ, ഇതാണ് ചാർമിനാർ. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് നിമ്ര ബേക്കറി. തിരക്ക് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. കുറേ നേരം പിടിച്ചു അവിടെ നിന്ന് ഈ സാധനം എത്തിയിട്ട് വരാം. ഭയങ്കര തിരക്കാണ്. പപ്സ് എങ്ങനെയുണ്ട്? പപ്സ് എങ്ങനെയുണ്ട് പറയാം. പപ്സ് എങ്ങനെയുണ്ട്? അമ്മ ചോദിച്ചാ കഴിക്കാൻ പോകണല്ലോ. ചായ കുടിച്ചാ അച്ഛൻ? എങ്ങനെയുണ്ട്? ചായ എങ്ങനെയുണ്ട്? സൂപ്പർ ചായ. ബിസ്ക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു സ്വീറ്റും കൂടി ഉണ്ടായിരുന്നു. ആക്ച്വലി ആ കട ക്ലോസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതും കൂടി ട്രൈ ചെയ്ത് തന്നെ. അപ്പോൾ ഇത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഞാൻ കഴിച്ചിട്ട് എല്ലാവരുടെയൊക്കെ അഭിപ്രായം കേട്ടല്ലോ. ഇത് വെജ് പപ്സാണ് നമ്മൾ വാങ്ങിയത്. അവിടെ എഗ്ഗും പിന്നെ പനീറും ഉണ്ട്. പനീറിന് 30, വെജിന് 20. പിന്നെ ഉസ്മാൻ ബിസ്ക്കറ്റിന് പനീറിന് 30, ഉസ്മാൻ ബിസ്ക്കറ്റിന് 5 രൂപയുള്ളൂ. ചായക്ക് 25 രൂപ. ചായ മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്വീറ്റ് ഉണ്ട്, മലായി. ഇവിടെ മിലൻ സ്പെഷ്യൽ മലായി. ഇതാണ് ഷോപ്പിൻ്റെ പേര്, മിലൻ ജ്യൂസ് സെൻറ്റർ. ഇവിടെയാണ് ആ സംഭവം ഉള്ളത്. ഇപ്പോൾ ഉള്ള ഫ്ലേവർ വന്നിട്ട് ബ്ലൂബെറി എന്നാണ് പറഞ്ഞത്. അതാ ബോക്സ്. ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫുൾ തിരക്കാം. റേറ്റ് വന്നിട്ട് 120 എന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. സാധനം കിട്ടി. ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടി നമ്മൾ അഭിപ്രായം ചോദിച്ചു. അവർ പറഞ്ഞു ഫുൾ മിക്സ് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ ഇത് കഴിക്കട്ടെ, 1 മിനിറ്റ് ഇത് തുറക്കട്ടെ. ബ്ലൂബെറി. അയ്യോ, മൾബറി. മൾബറിയും ബ്ലൂബെറിയൊക്കെ ഒന്നാണോ? മലായി അല്ലേ? അങ്ങനെയാണ് ഇതിൻ്റെ പേര്. മിക്സ് ചെയ്ത് ഒരു തൈരല്ല, മലായി. എന്താണ് മലായി? പാലിന്റെ പാടയില്ലേ? അതന്നെ, അതാണ് സാധനം. മിക്സ് ചെയ്ത് ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട്. സാധനം കൊള്ളാം. ഇനി അവരുടെ അഭിപ്രായം നോക്കട്ടെ. എന്താണ് അതിൻ്റെ ടേസ്റ്റ്? ആദ്യത്തെ ടേസ്റ്റ് ഇല്ല. ഒരു സ്പൂൺ കൂടി കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ പാലിന്റെ പാടയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മൾബറി. കഴിക്കണ്ട
കേട്ടോ. ഇതാണ് കടയുടെ പേര്. വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത്. ഇവിടുത്തെ സ്വീറ്റാണ്, അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തു. ഇവിടുത്തെ സ്പെഷ്യലാണ്. അതെ, ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇത് റെക്കമെൻഡ് ചെയ്തു. അതെ, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ മിലാൻ സ്പെഷ്യൽ വേറെ ഉണ്ട്. അങ്ങനെ ഓക്കെ. എങ്ങനെയുണ്ട് അമ്മ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ടേസ്റ്റ് നന്നായില്ലേ? സാധനം പടപടയും തീരുന്നുണ്ട്. അതെ, പുതിയൊരു ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക്, എനിക്ക് പിന്നെ വെണ്ണ ഇഷ്ടമുള്ളതുകൊണ്ട് നല്ല ബട്ടറാണല്ലേ? ബട്ടറല്ലേ, വെണ്ണയല്ലേ അതില്? പാട, പാലിന്റെ പാട, അത് നടുക്കുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. ഇതാണ് ഷോപ്പ്. താല്പര്യമുള്ളവർക്ക് വരിക, അങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കഴിക്കുക. ഇതും ഇതാ നമ്മുടെ ചാർമിനാറിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. ഇങ്ങോട്ട് വരുന്നവർ വന്ന് കഴിക്കുക. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളിനിപ്പോൾ ഇനി ചാർമിനാറിൽ നിന്ന് നമ്മൾ പോവുകയാണ്. നമ്മൾ റൂമിൽ പോയിട്ട് ഇന്നിവിടെ കയറിയപ്പോൾ മുതൽ നമുക്ക് സമയം നഷ്ടമായിരുന്നു. നഷ്ടമല്ല, കൊള്ളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അനിയേട്ടൻ പറയുണ്ടായിരുന്നു നമുക്ക് വേഗം പോകണം, 1 മണിക്കൂറിനുള്ളിൽ. എനിക്ക് നല്ലോണം സംഭവം എന്താ, ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല. സോ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പുറത്താണ് പാർക്ക് ചെയ്തത്. പൈസ കൊടുക്കണം. 1 മണിക്കൂറിന് 100 രൂപയാണെന്ന് അവർ പറഞ്ഞത്. എന്തായാലും അവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ 1 മണിക്കൂറിൽ പോയിട്ട് വരാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ പള്ളി, മസ്ജിദ്. നിസ്കരിക്കുന്ന പള്ളി 5 മണി കഴിഞ്ഞപ്പോൾ അടയ്ക്കും. നമുക്ക് വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്നാണ് പുറത്ത്. പക്ഷെ നമുക്ക് ഉള്ളു ജസ്റ്റ് ഒന്ന് വരെ വിശ്വാസങ്ങളുമായിട്ട് അവിടെ നിസ്കരിച്ച് ഇറങ്ങുന്ന സമയം അവിടെ നല്ല രസമുണ്ട്, കാണാനൊക്കെ രസമുണ്ട്. വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പോയിട്ടില്ല കേട്ടോ. അതെ, ഇവരൊന്നും വന്നില്ല. നമുക്ക് അലൗഡ് അല്ലായിരുന്നു, ഷോൾ ഇല്ലാത്തോണ്ടേ. അങ്ങനെയൊക്കെ ഉണ്ടോ? തലയിൽ ഷോൾ ഇല്ല, അതറിയില്ല. എന്തായാലും അങ്ങനെ ചാർമിനാർ, നമ്മുടെ ബാക്കിലുള്ളതാണ് ചാർമിനാർ. നമ്മൾ കഴിഞ്ഞു. ഹൈദരാബാദ് എന്ന സ്വപ്നം തൽക്കാലം കഴിഞ്ഞു. യെസ്, ഇനി അടുത്ത സ്പോട്ട് ഇനി എന്താണ്? ഇനി രാത്രി ഇനി അത് പറ്റുമെങ്കിൽ ബിർള ടെമ്പിൾ കിട്ടുവാണെങ്കിൽ. ഇന്നില്ല, അത്ര നാളെ രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തോടെ ഇന്ന് കഴിഞ്ഞു. വളകളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതെ, കാര്യമായിട്ട് വാങ്ങിയിട്ടില്ല. ബാർഗെയിൻ ചെയ്യാം. നോക്കി ഞങ്ങള് ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങുക ഉള്ളത്. അതിന്റെ ഷോപ്പുകൾ വേറെ ഉണ്ട്. ഒരു 18,000, 20,000, 25,000 അതൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ലോങ് നമ്മളുടെ സാരിക്ക് വരുന്ന മാല പോലെയുള്ളത് അങ്ങനത്തെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി യാത്രയില്ല, നമ്മൾ പോവുകയാണ്, കാറിലേക്ക് പോവുകയാണ്.